ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ പ്ലേറ്റ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചേനപ്പൊരിയാണ്. വളരെ സോഫ്റ്റും ക്രിസ്പി ആയിട്ടുള്ളൊരു ചേനപ്പൊരിയാണ് ഇന്നത്തെ റെസിപ്പിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചേന ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കനം കുറച്ച് 2 ഇഞ്ച് നീളത്തിലാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് കട്ടി കൂടി കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ക്രിസ്പി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. പിന്നെ 1/4 ടീസ്പൂണോളം പെരിഞ്ചീരപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കണം. ഒരു 10ഓളം ഇലയുടെ കറിവേപ്പിലുണ്ട്, അതൊന്ന് ചതച്ചിട്ടാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് 2 ടീസ്പൂണോളം മൈദ കൂടി ചേർത്തിട്ടാണ് നമ്മളത് മിക്സ് ആക്കി എടുക്കുന്നത്. ചേനയിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല. വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷമാണ് നമ്മളിത് മസാല പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഓയിലാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആ ഒരു ഓയിൽ ഇതിലേക്ക് ചേർക്കണം. നമ്മൾ ഓയിലാണെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. അല്ല വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഇത്തിരി ഫുഡ് കളർ കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്തിരി ഫുഡ് കളർ കൂടി ചേർത്തിട്ടുണ്ട്. റെഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ചേർത്തത്. ഇനിയൊരു പാനിൽ നമ്മൾ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറേശ്ശെയായിട്ട് ഈ ഒരു മസാല കൂട്ടി വെച്ചിട്ടുള്ള ചേന നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ സമയമൊന്നും വേണ്ട. നമ്മൾ അത്രയും തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തുള്ളത്. വളരെ തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. ഈ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. വളരെ ക്രിസ്പി ആയിട്ടുള്ള ചേന ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ മറ്റു കൂട്ടാനുകളൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് വെച്ചിട്ട് മാത്രം നമുക്ക് ചോറൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേന ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. താങ്ക്